അയില് പൂജ എല്ലാ മാസത്തിലും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആൾക്കാരും വരുന്നുണ്ട്. വഴിപാടിന് ഇവിടെ ആൾക്കാർ സഹകരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഭഗവാൻ അനുഗ്രഹം തരുന്നുമുണ്ട്. എനിക്കിലാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭക്തജനങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ വരുന്നുണ്ട് തൊഴാൻ. വഴിപാടുകളൊക്കെ കഴിക്കും, അതിൻ്റെതായ ഗുണങ്ങളും തരുന്നുണ്ട് ഭഗവാൻ, അനുഗ്രഹങ്ങളും. അയില് പൂജ എല്ലാ മാസത്തിലും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആൾക്കാരും വരുന്നുണ്ട്. വഴിപാടിന് ഇവിടെ ആൾക്കാർ സഹകരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഭഗവാൻ അനുഗ്രഹം തരുന്നുമുണ്ട്. കൃഷ്ണമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് നേരത്തെ മുതൽ. ക്രോധമംഗലം, ക്രോധവത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, അത് മഹാവിഷ്ണുവും പിന്നെ നരസിംഹസ്വാമിയും കൂടി ഉണ്ടെന്ന പ്രശ്നവിധിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഇപ്പോഴാണ് എല്ലാം ഇങ്ങനെ പുരോഗതിയായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുതൽ അമ്പലത്തിൽ നല്ല ശക്തിയുള്ള ഭഗവാനാണ്. ധാരാളം അനുഗ്രഹങ്ങൾ, ഒരുപാട് പേർക്ക് കല്യാണം നടന്നിട്ടുണ്ട്. ഇവിടെ വന്ന് കല്യാണങ്ങൾ, കുട്ടികളുണ്ടാവാത്തവർക്ക് അങ്ങനെയൊക്കെ വന്ന് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കൗണ്ടറിൽ ജോലി ചെയ്യുന്നു, 11 വർഷത്തോളമായി. എല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നു. അമ്പലത്തിലെ എല്ലാ ഭാഗ്യങ്ങളും ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് വിശ്വാസമുണ്ട്. നന്നായിട്ട് നല്ല വരുമാനമുണ്ട്. നല്ല വരുമാനമുണ്ട്. നല്ല ഒരു അനുഗ്രഹമുള്ള ക്ഷേത്രമാണ്. ഞങ്ങളൊക്കെ ഇവിടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ സപ്താഹവേദിയിൽ ഞങ്ങളെല്ലാവരും ഇവിടെ സന്നിധരാണ്. നന്നായി നടന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ വാവിന് ബലിയിടുന്നുണ്ട്. കുറേ വർഷങ്ങളായിട്ട് വാവുബലിയുണ്ട്. പിന്നെ അഷ്ടമിരോഹിണി വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. അഷ്ടമിരോഹിണി ഇങ്ങനെ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും നാട്ടവിശേഷങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തുന്ന 12 വർഷമായിട്ട് സപ്താഹം നടത്തുന്നുണ്ട്. അത് നല്ല രീതിയിലാണ് നടത്തുന്നത്. 12ാമത്തെ വർഷം ഈ വേള സപ്താഹം നടത്തുന്നതിനൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ക്ഷേത്രം